ബംഗാളി ബംഗാളി എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? അതുകൊണ്ട് കൊഞ്ചം കൊഞ്ചം മലയാളം തെരിയോ ഹിന്ദി ഒട്ടും തെരിയില്ല. ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി ഈ മൂസിരീസ് ബീച്ചിലേക്ക് പോകലാണ് നമ്മുടെ പരിപാടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഫെസ്റ്റൊക്കെ നടക്കുന്നുണ്ട്. ആക്ച്വലി അവിടെ ഫെസ്റ്റ് നടക്കുന്നുണ്ട് എന്നുള്ളൊരു പ്ലാനിലൊന്നല്ല ഞങ്ങൾ പോയത്. അടുത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു ബീച്ച് എന്നുള്ളൊക്കെ രീതിയിലാണ് നമ്മൾ പോയത്. പിന്നെ അവിടെ പോകുന്ന വഴിക്കൊക്കെ കുറേ ബോർഡുകളൊക്കെ കണ്ടു ഫെസ്റ്റ് നടക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ നമുക്ക് ഇങ്ങോട്ടുള്ള റൂട്ട് മാപ്പൊന്നും അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ, അത് കാരണം ഇങ്ങനെ ഗൂഗിളിനോട് ചോദിച്ചു വന്നു. ഈ ഫ്രണ്ടിൽ നടക്കുന്ന വെള്ളയിട്ട് പോകുന്ന എൻ്റെ അമ്മയും പിന്നെ അതിൽ ബനിയനിട്ട് പോകുന്ന അപ്പൂന് അങ്ങനെ ഈ വണ്ടി കണ്ടപ്പോൾ ഈ വണ്ടി കയറണം എന്ന് പറഞ്ഞു. ഇതിന് 100 രൂപയാണ് ഒരു വണ്ടിക്ക്, 2 പേർക്ക് കയറാം, അങ്ങനെയാണ്. അപ്പോൾ ലച്ചു അപ്പോൾ ആദ്യം കയറാമെന്ന് പറഞ്ഞു. ഞങ്ങൾ തീരുമാനം എടുത്തു അവരോട് പോയി കയറിക്കോ, എൻ്റെ എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതിയെന്നേ. പിന്നെ അതിൻ്റെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരുടെ ചേട്ടൻ തന്നെ നമ്മുടെ കൂടെയൊക്കെ ഉണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് നമ്മുടെ സ്കൂട്ടിയൊക്കെ ഓടിക്കണ പോലെ വളരെ സുഖകരമായി ഇത് ഓടിക്കാം എന്നുള്ളതൊക്കെ ആയിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഇതിന് എക്സ്ട്രാ നമ്മൾ സ്കൂട്ടിയേക്കാളും കുറച്ചുകൂടി സ്പീഡ് കൂട്ടി കൊടുത്താലേ ഇത് മൂവ് ആവുള്ളൂ. മണ്ണിൽ കൂടിയാണല്ലോ ഇത് പോകുന്നത്. പിന്നെ ഇതിൻ്റെ ടയറും പിന്നെ വെയിറ്റും കൂടുതലുള്ളൂ വണ്ടിക്ക്. അങ്ങനെ ഇവർ പോയി വന്ന് റീൽസൊക്കെ എടുത്ത് അവർ പറഞ്ഞു സൂപ്പറാന്ന് പറഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു വന്നാൽ ഞാനും പോവാന്ന്. മൈക്കിൾ ബേബി പിന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ കാരണം ഇടയാൻ വേണ്ടി ഒരു കാരണത്തിന് നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ മൈക്കിളിന് സ്കൂട്ടിയുടെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ മൈക്കിളിനെ ഞാൻ ഫ്രണ്ടിൽ ഇരുത്താമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വണ്ടി മൂവ് ആയി കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ പേടിയായി തുടങ്ങി. മൈക്കിളിങ്ങി ഇരിക്കൂലേ, അങ്ങനെ മൊത്തത്തിൽ എനിക്കെന്തോ പേടിയായി. പിന്നെ ഞാൻ തിരിച്ചു നോക്കിയപ്പോഴൊന്നും ഈ പരിപാടി നടക്കണമെന്നില്ല. ഞാനൊരു നേക്കിനൊക്കെ പോവാം. മൈക്കിൾ ഫ്രണ്ടിലിരിക്കണോണ്ട് തന്നെ എനിക്ക് അതിൻ്റേതായ നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ആ ചേട്ടനുള്ള കാരണം കുഴപ്പമില്ല, നല്ല സുഖകരമായി പോയി വരാനൊക്കെ പറ്റി. മിക്കതും ഒരു 3/4 ഭാഗവും ആ ചേട്ടൻ്റെ ഒരു ഹെൽപ്പിൽ തന്നെയാണ് ഈ വണ്ടി ഓടിയത് കേട്ടോ. മൈക്കിൾ ഫ്രണ്ടിൽ ഇരിക്കണോണ്ട് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ മൈക്കിളിന് തോക്ക് വേണം. ആളിവിടെ എത്തിപ്പിക്കും. കറക്റ്റ് ആളിവിടെ ഇറങ്ങി ആൾക്ക് ആവശ്യമുള്ളതൊക്കെ ആളെടുത്തു. എവിടെ പോയാലും നമ്മളെ സ്വയം സുരക്ഷയ്ക്ക് ഒരു തോക്കുള്ളത് നല്ലതല്ലേ ഇന്നത്തെ കാലത്ത്. അത് കാരണം എവിടെ പോയാലും ഒരു തോക്ക് വേണം. ഇന്ന് തോക്ക് കൊടുക്കാൻ മറന്നു കാരണം തോന്നുന്നു. പുതിയ തോക്കൊക്കെ ഞങ്ങൾ മേടിച്ചു. ഞങ്ങൾക്ക് ഇതിൻ്റെ ഈ തോക്ക് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളേ. അതിൽ ഈ സാധനം മറ്റേ പൊട്ടിക്കുന്നതൊന്നും വേണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആൾ തോക്കൊക്കെ മേടിച്ച് വന്നു. പിന്നെ ഇവിടെ ഒട്ടകമുണ്ട്, പിന്നെ കുതിരയുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതിനൊന്നും കയറാൻ പോയൊന്നുമില്ല. എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മളിതിനൊക്കെ കയറിയിട്ടുണ്ടല്ലോ. അങ്ങനെ മൈക്കിൾ ബേബി തോക്ക് കിട്ടിയതിൻ്റെ ആഹ്ലാദത്തിൽ കുറച്ച് അങ്ങോട്ട് നടക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ മുനക്കൽ മൂസിരീസ് ബീച്ച് ഇതാണ് സംഭവം. നല്ല രസമൊക്കെ ഉണ്ട്. പിന്നെ ലച്ചുവിൻ്റെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഭാഗമായി പയ്യനോട് കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഡീറ്റെയിൽ വീഡിയോയ്ക്ക് വേണ്ടി. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഈ പെറ്റുകളുടെയും ഈ മൃഗങ്ങളുടെയൊക്കെ ഷോയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് കയറിയത്. 80 രൂപ ഉണ്ടായുള്ളൂ പെർ പേഴ്സണ്. അപ്പം നമ്മൾ എന്തായാലും കയറാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ ഫസ്റ്റ് ഗോസ്റ്റുകളുടെയൊക്കെ സംഭവമായിരുന്നു. അങ്ങനെ ഗോസ്റ്റുകളുടെ അങ്ങനെ പേടിക്കാനുള്ള രീതിയിലൊന്നുമില്ല, കുഞ്ഞുകുട്ടികളെ കളിപ്പിക്കാനായിട്ടുള്ള ഒരു പരിപാടി അത്രമാത്രം നോക്കിയാൽ മതി. പക്ഷെ മൈക്കിൾ ബേബിക്ക് മാത്രം ഒരു പേടി ഉണ്ടായിരുന്നില്ല. അവന് ഈ ഇരുട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു പേടിയില്ലേ. ഞാൻ ആദ്യം വിചാരിച്ചത് മൈക്കിളിനെ എങ്ങനെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറ്റും എന്നുള്ളതൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ഫ്രണ്ടിൽ പോകുന്ന ചേച്ചി ആ കൊച്ചൊക്കെ പേടിച്ച് കിടന്ന് കാറുണ്ടായിരുന്നേ. പക്ഷേ മൈക്കിൾ ബേബിക്ക് നോ പ്രോബ്ലം. ആൾക്ക് എങ്ങനെയായാലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കിടന്ന് ഇവിടെയൊക്കെ കിടന്ന് നടക്കണം എന്നുള്ളൊരൊറ്റ പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ലച്ചുൻ്റെ വീഡിയോയാണ് ഫ്രണ്ടിൽ പോകുന്നത്. അങ്ങനെയൊക്കെ കുറേ അസ്ഥികൂടങ്ങളും പിന്നെ ഓരോ ഇതിൻ്റെ ഉള്ളിലോ ഓരോ അസ്ഥിയുടെ തലയും തേങ്ങയും മാങ്ങയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയപ്പോഴാണ് എൻ്റെ കിളി പോയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നത് ഒറിജിനൽ പുലിനും കടുവേനും ഇതിനൊക്കെ കാണാമെന്നുള്ള രീതിയിലാണ് ഞാൻ വന്നപ്പോൾ ഇവിടെ 2-3 ഒട്ടകവും പുലിയും ഇതിനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതാണ് ഒരു സ്റ്റാച്ചു പോലത്തെ സംഭവം.
പക്ഷേ അത് കണ്ടപ്പോഴാണ് എൻ്റെ പരിപാടി മൊത്തം പാളിയെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ ഒറിജിനൽ സാധനങ്ങളെ കാണാം എന്നുള്ള രീതിയിലേക്കാണല്ലോ വന്നത്. പിന്നെ 80 രൂപയല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങോട്ട് സമ്മതിച്ചു. പിന്നെ ഫിഷിൻ്റെ ഷോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വെച്ചാൽ അതിൽ പിടിക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഇതിനൊക്കെ മൈക്കിൾ ബേബിക്ക് കാണിച്ചു കൊടുത്ത് നടന്നു. മെയിൻലി മൈക്കിൾ ബേബിനെ കാണിക്കാനാണ് നടന്നത് കേട്ടോ. പിന്നെ വർണ്ണക്കോഴികളും കിളികളും ഇതൊക്കെ ഉണ്ടായിരുന്നു. ജീവനുള്ള ഈ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അതൊക്കെ ഓരോരോ ത്രാവല്ലല്ലോ പ്രാവും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു പഴയ വീഡിയോ ആണ് കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്ത് വെക്കാനും വോയിസ് ഓവർ ചെയ്യാനുള്ള മടിയിലൊക്കെയാണ് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഉറക്കത്തിൽ നിന്ന് എൻ്റെതായ വാശിയൊക്കെ മൈക്കിൾ ബേബിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ മൈക്കിൾ ബേബിനെ എടുക്കും വേണം, വീഡിയോ എടുക്കും വേണം. മൊത്തത്തിലത് കാരണം ആകെ പാടായിരുന്നു കേട്ടോ. അമ്മയുടെ കൂടി അപ്പൂസിൻ്റെ കൂടി ഒന്നും പോവില്ലായിരുന്നേ. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയി ഇപ്പോഴത്തെ വീഡിയോ ആണ് കേട്ടോ. ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചോടെ വെച്ചൊക്കെയായിരുന്നു. പിന്നെ ഇത് പൂച്ചയാന്ന് തോന്നുന്നു. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് എന്താ സംഭവം എന്നൊന്നും പറഞ്ഞു തരാനൊന്നും അറിയില്ല. പിന്നെ പാമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് എന്തൊരു പാമ്പാണാവോ? ഇതായിരിക്കില്ലേ മൂർക്കൻ അല്ല ആയിരിക്കും. അങ്ങനെ സംഭവങ്ങളൊക്കെ. പിന്നെ കിളികളും കോഴികളും അങ്ങനെ നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൈക്കിൾ ബേബിക്ക് ഈ കിളികളെയും കോഴികളെയൊക്കെ കാണാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി അഫോർഡബിളായി തോന്നി. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഫിഷിൻ്റെ ഷോയ്ക്ക് പോയില്ലേ ഇരിട്ടിയിൽ, അതിന് 100 രൂപയായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ബെറ്ററാണ്. വെച്ചാൽ 80 രൂപയുള്ളൂ, ഇത്രയും സാധനങ്ങളൊക്കെ കാണാം എന്നുണ്ടല്ലോ. പിന്നെ ഇതെന്തോ തവള, അതുപോലെ തന്നെ എന്താണ് മറ്റേ ഇത് എന്തായിരുന്നു നമ്മുടെ മമ്മി സിനിമയിലൊക്കെ കയറി വരൂലേ ആ സാധനം, പിന്നെ എലിയും, പിന്നെ ഇത് എന്തോ ഊറാമ്പുലിയോ അങ്ങനെ എന്തോ സാധനങ്ങളും, പിന്നെ ഫിഷ് ഉണ്ടായിരുന്നു, പിന്നെ ഈ സാധനം ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേര് എന്തായിരുന്നു? മൊത്തത്തിൽ ഇതിൻ്റെയൊക്കെ പേര് ഞാൻ മറന്നു പോയിട്ടോ. ഇത് എന്താണ് നമ്മുടെ പച്ചക്കറിയൊക്കെ തിന്നുന്ന ഒരു സംഭവമാണോ ഇതിൻ്റെ പോലത്തെ? എനിക്ക് പേര് ഞാൻ ശരിക്കും ഇതിനെ മറന്നുപോയി. പിന്നെ ഫിഷിൻ്റെ ഷോ എന്ന് പറയുന്നത് ഇതുപോലെ ചെറിയ കുറത്തിൽ ഇങ്ങനെ മീനുകൾ ഇട്ടിട്ടുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് മീനുകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുക തന്നെയായിരുന്നു. പിന്നെ മൈക്കിൾ ബേബിക്ക് ഞാൻ കാണിച്ചു കൊടുക്കായിരുന്നേ. പക്ഷേ അവനാണെങ്കിൽ ഓൾറെഡി എന്താണ് പിണങ്ങി വാശി പിടിച്ചിരിക്കേണ്ട ആൾക്ക് ഇതൊന്നും കാണാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഇല്ല ഉറക്കത്തിൽ നിന്ന് എൻ്റെ കാരണം. പിന്നെ അവിടെ എത്തിയപ്പം അപ്പൂസിനെ എന്ത് ചെയ്തു, അപ്പൂസിന് പട്ടം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പട്ടമൊക്കെ മേടിച്ചെടുക്കാമെന്ന് വെച്ചു. ഈ സമയമായതുകൊണ്ട് വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ബീച്ചിൽ കൂടെ നടക്കാനൊക്കെ സുഖമാണ് കേട്ടോ. ബീച്ചിലെത്തിയപ്പോൾ പിന്നെ ആൾക്ക് കുറച്ചുകൂടി ഒന്ന് ഉഷാറൊക്കെ ആയി തുടങ്ങിയിട്ടോ. ഇങ്ങനെ നടക്കാനും ഇരിക്കാനും എല്ലാത്തിനും സ്ഥലമൊക്കെ ഉണ്ടല്ലോ. അപ്പൂസാണെങ്കിലോ പട്ടൊക്കെ പറത്തി ബാക്കിയുള്ളവരെ പട്ടം പൊട്ടിച്ച് കളയാൻ പോയിട്ട് ലാസ്റ്റ് ആളുടെ പട്ടം പൊട്ടിപ്പോണ്ട അവസ്ഥയായിരുന്നേ. ലാസ്റ്റ് ആൾ ഞങ്ങൾ അവിടെ നിന്ന് വലിച്ച് തീ പിടിച്ച് കൊണ്ടുപോയായിരുന്നു. പിന്നെ മൈക്കിൾ ബേബിക്ക് കുറച്ച് നേരം പട്ടം പറത്താനും ഒക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ബീച്ചൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു. നമ്മളവിടുന്ന് ഐസ്ക്രീം ഒന്നും വാങ്ങി കഴിക്കാനൊന്നും നിന്നില്ല. എന്ന് വെച്ചാൽ എങ്ങാനും വല്ല വൈറൽ ഫീവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടിക്കുകയാണെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനത്തെ പരിപാടികൾക്കൊന്നും നമ്മൾ നിൽക്കുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ മൈക്കിൾ ബേബി എന്നെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അമ്മ വന്നില്ലല്ലോ, അത് കാരണം ഈ പ്രാവശ്യം അമ്മേനെ കൊണ്ട് എവിടെയെങ്കിലും പോവാന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ഞാനൊക്കെ ചെല്ലുമ്പോഴാണ് നമ്മളങ്ങനെ എവിടേക്കൊക്കെ പോവലുള്ളൂ. പിന്നെ അവിടെ അങ്ങനെ പോക്കൊന്നുമില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട് പോകുന്നുണ്ടായിരുന്നു, ആൾക്കാർ ഇറങ്ങി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മൈക്കിൾ ബേബി കടലൊക്കെ ഇങ്ങനെ നോക്കി കുറേ നേരം തിന്നു. പിന്നെ സന്തൂർബമ്മി ഇതേ അവിടെ നിന്നിട്ട് കൊച്ചിനെ പിടിക്കണം, അതാക്കണം ഇതാക്കണം എന്ന് പറഞ്ഞ സന്തൂർബമ്മി ഇടഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ തന്നെയുള്ള ഒരു ടീ ഷോപ്പിൽ കയറി നമ്മൾ എന്ത് ചെയ്തു, പോപ്കോണും ഫ്രൂട്ടിയൊക്കെ മൈക്കിൾ ബേബിക്ക് വാങ്ങി കൊടുത്തു. ആളതൊക്കെ കഴിച്ചിരുന്നു. രാത്രിയായപ്പോൾ നല്ല രസമൊക്കെ ഉണ്ട് ഇവിടെ കാണാനൊക്കെ. ഹിന്ദി में बोलो, हिंदी आई एम हिंदी बोलो 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 बंगाली आई एम मलयाली नो പറവൂർ ആണോ? ഇരിഞ്ഞാലക്കുട ബംഗാളി. ഇരിഞ്ഞാലക്കുട ബംഗാളി. എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? കാര്യം തൊട്ട് വന്നിക്കുന്നു വേണ്ട. ഞാൻ എന്താ 30 വർഷമായി. 30 വർഷമായി ഇവിടെ വന്നിട്ട്. അതുകൊണ്ട് കൊഞ്ചം കൊഞ്ചം മലയാളം തെരിയോ? ഹിന്ദി ഒട്ടും തെരിയില്ല. അത് വേണ്ട. പിന്നെ ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ ഫുൾ ബ്ലോഗർമാരാ. ഫുള്ള് ബ്ലോഗറാണോ? അമ്മ ബ്ലോഗർ, അപ്പ ബ്ലോഗർ, കുട്ടി ബ്ലോഗർ. ഈ കുട്ടി ബ്ലോഗർ ആണോ? ആണോ?
പിന്നെ ചേച്ചി അമ്മൂമ്മയാണോ? അത് നിങ്ങളുടെ മൂത്ത മോളുടെ കൊച്ചാന്ന് കേട്ടു. ഇത് കുട്ടി ദത്തെടുത്തു. ദത്തെടുത്ത കുട്ടിയുടെ കുട്ടിയാണോ? താങ്കളപ്പോ പ്രസവിച്ചിട്ടില്ല? പ്രസവിച്ചില്ല. സമയം കിട്ടിയില്ല. വക്ക പഠിക്ക് പോയിക്കായിരുന്നോ? അതൊക്കെ കഴിഞ്ഞ് നമ്മള് മൈക്കിൾ ബേബിയുടെ അംഗക്കളത്തിലേക്ക് എത്തി. ആളിതേ അംഗം കുറുക്കി. ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് ഈ സ്ലൈഡറിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്യാനായിട്ട് കേട്ടോ. അങ്ങനെ അതേ ആൾക്കാണെങ്കിൽ ഇങ്ങനെ കയറി വലിയ ആൾക്കാർ കയറി പോണ പോലെ കയറണം, എന്നിട്ട് അവിടെ നിന്ന് ഒഴിയണം. എനിക്കാണെങ്കിൽ അവനെ പിടിക്കാൻ പറ്റണോടത്തോളം ദൂരത്തല്ലേ എനിക്ക് പിടിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ എന്ത് ചെയ്യും? അത് കാരണം അപ്പൂസിനെ കയറ്റിയിട്ട് അപ്പൂസിനെ പിടിച്ച് അങ്ങനെ വിടാന്നൊക്കെ വിചാരിച്ചത്. എനിക്കന്നെ ഭയങ്കര പേടിയാണേ. ഇവൻ ആദ്യമായിട്ടാണ് ഇതിൽ കയറുന്നതൊക്കെയല്ലോ. അത് കാരണം എങ്ങനെയാ ഏതാന്ന് ഒന്നും ഒരു പിടുത്തില്ല. പക്ഷെ ആൾക്ക് മാത്രം ഒരു പേടി ഉണ്ടായിരുന്നില്ല. ആള് ഫുൾ ഹാപ്പി ആയിട്ട് ഫുള്ള് ഇതിൽ തന്നെയായിരുന്നേ. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ചെറിയൊരു ജലദോഷപ്പനിയുടെയൊക്കെ ഒരു കോളൊക്കെ ഉണ്ട്. അത് കാരണം തന്നെ ശബ്ദമൊക്കെ നടന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ശബ്ദത്തിൻ്റെയൊക്കെ ഒരു ക്ലാരിറ്റിക്കൊക്കെ ഒരു കുറവുണ്ടാവുന്നത് കേട്ടോ. പിന്നെ വോയിസ് ഓവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുള്ളും മറ്റേ പാട്ടൊക്കെ വെച്ചിട്ട് നല്ല വോയിസ് ഉണ്ടായിരുന്നു പാട്ടിൻ്റെ. അത് കാരണം തന്നെ നമ്മൾ ഓൺ വോയിസ് വീഡിയോ ചെയ്താലും കാര്യമൊന്നുമില്ല. നമുക്ക് കോപ്പിറൈറ്റും പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ ഓൺ വോയിസ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചതൊക്കെ കേട്ടോ. അത് കാരണം മടിച്ചിട്ടാണ് ഇത് ഇടാണ്ടൊക്കെ വെച്ചിരുന്നത്. പിന്നെ തൃശ്ശൂർ എത്തിയപ്പോൾ ആൾ ഫുള്ള് ഹാപ്പി ആയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിക്കാനും എന്നും അപ്പൂസൊക്കെ ഉള്ള കാരണം ഫുള്ള് ഹാപ്പി ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഈ റോളറിൽ കയറാമെന്ന് വെച്ചു. മാറി പിടിക്കാന്ന് വെച്ചപ്പോൾ ആൾക്ക് അതിനേക്കാളും ഇഷ്ടമായി ഇതായിട്ടോ. പിന്നെ അതേ ലച്ചു കയറി വരുന്നുണ്ട്. അവൾ പറയുന്നത് എന്നെ കണ്ട പ്രായം തോന്നില്ല, അത് കാരണം ഞാൻ വേഗം കയറി ഒഴുകിയിട്ട് വരാം എന്നുള്ളതായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും ഫുള്ള് ഹാപ്പി ഫുൾ ഓണൊക്കെ ആയിരുന്നു. അത്യാവശ്യം നമ്മൾ രാത്രിയായി. പിന്നെ അച്ഛൻ വന്നായിരുന്നു. അച്ഛൻ പറഞ്ഞു അച്ഛൻ ഇങ്ങോട്ട് കയറുന്നില്ല, അച്ഛൻ വണ്ടിയിൽ തന്നെ ഇരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അപ്പോൾ അവിടെ ഇരുന്ന് ഉറങ്ങാലോ എന്നൊക്കെയുള്ള പ്ലാനിൽ ആൾ കയറിയില്ല കേട്ടോ. ആൾ വണ്ടിയിൽ തന്നെ ഇരുന്നു. അത് കാരണമാണ് പിന്നെ നമ്മൾ രാത്രിയായാലും പ്രശ്നമില്ല, അച്ഛനുണ്ടല്ലോ കൂടെ എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ അത്യാവശ്യം ലൈറ്റായിട്ടൊക്കെ ഇവിടെ നിൽക്കുന്നതായിട്ട് ഇങ്ങനെ ബീച്ചിൽ. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ സന്ധ്യ അവിടെ പിന്നെ പോയേനെ. അങ്ങനെ അതേ ആ മൈക്കിൾ ബേബി പിന്നെ ഫുള്ള് കളിയായിരുന്നു. എന്തേതാ വരില്ലായിരുന്നു അവിടെ നിന്ന്. ഇങ്ങനെ നിന്ന് കളിച്ചോണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. ആകെ കുറച്ച് സമയം നമുക്ക് അവിടെ കിട്ടിയുള്ളൂ. ആളപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മൈക്കിൾ ബേബിക്ക് ഒട്ടും ഇഷ്ടമൊന്നുമില്ല വരാനായിട്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകേണ്ട ദിവസമായി. ഇത് ചെറിയ ക്ലിപ്പുകളുള്ളൂ. അത് കാരണം ഇതിൻ്റെ അവസാനത്തിൽ എന്നെ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അമ്മയ്ക്ക് ഞാനും അപ്പൂസും പോണേക്കാളും ഏറ്റവും വിഷമം മൈക്കിൾ ബേബി പോണേല. പിന്നെ ഞങ്ങളെ കൊണ്ടുവന്നാക്കാൻ ലച്ചു വന്നിരുന്നു, വല്യമ്മ വന്നിരുന്നു. അങ്ങനെ ഞാനും അച്ഛനും അപ്പു എല്ലാവരും കൂടിയാണ് വരുന്നത്. അപ്പു ഓൾറെഡി ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടല്ലോ, അത് കാരണം തന്നെ. പിന്നെ അമ്മ ആണെങ്കിൽ മൈക്കിൾ ബേബിനെ താഴത്തും നിലത്തൊന്നും വെക്കാണ്ട് ഇങ്ങനെ കൊണ്ടുപോയി നടക്കാൻ കേട്ടോ. അമ്മയ്ക്ക് ഒരു 3 ദിവസത്തേക്ക് ഇങ്ങനെ മൈക്കിൾ ബേബി പോയാൽ കരച്ചിൽ തന്നെയായിരിക്കും. അമ്മയ്ക്ക് എപ്പോഴും വിഷമണേ. 2 സൈഡിലും ഞാൻ പോയിട്ടെങ്കിലും പറയും നീ 2 വർഷമായി പോയിട്ടെന്ന് പോലെ, കാരണം നീ വേഗം പോകുന്നു എന്നൊക്കെ പറയും. അങ്ങനെ സമയം ഏകദേശം ബസ് വരാറൊക്കെ ആയപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ. വരാറായോ എന്ന്. ഈ കുർത്തി ഞാനുണ്ടല്ലോ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. 400 സംതിങ്ങിന്. അടിപൊളി സാധനമുണ്ട് ഇത് ഇടാനും എല്ലാത്തിനൊക്കെ ആയിട്ട്. പിന്നെ അതേ മൈക്കിൾ ബേബിയും അമ്മാമ്മയും കിടന്ന് ഓടി നടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. അമ്മയുള്ളപ്പോഴാണെങ്കിലും എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഫുൾ മൈക്കിൾ ബേബിയുടെ കാര്യങ്ങൾ അമ്മയും ലച്ചുവും ഉള്ളപ്പോൾ ലച്ചു നോക്കിക്കോളും. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. അങ്ങനെ സുഖകരമായ ഒരു മാസം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പോകാനായിട്ട്. ഞാൻ മാക്സിമം എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് ഇങ്ങനെ നിൽക്കാൻ നോക്കാറുണ്ട് വീട്ടിൽ. പക്ഷേ എല്ലാ കളത്തരങ്ങളും പിടിക്കണ കാരണം മുൻകൂറേ ബസ്സൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലച്ചുവിനും അമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമമായിട്ടാണ് നിൽക്കുന്നത്.